ഹലോ കൂട്ടുകാരെ, വീണ്ടും വന്നിരിക്കുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നുണ്ട്, നല്ല സപ്പോർട്ടും തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഞങ്ങൾ വീണ്ടും നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചെമ്മീൻ അച്ചാറിടുന്ന വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഓക്കെ സുഹൃത്തുക്കളെ, നമുക്കിത് ചെമ്മീനൊന്ന് വൃത്തിയായിട്ട് കഴുകിയെടുക്കാം. ഒരുപാട് അഴുക്കുകളുണ്ടാവും ഇതിൻ്റെ പുറത്തായിട്ട്. ആദ്യം അത് കഴുകി കളഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ തൊലി കിള്ളിയെടുക്കാം. ഓക്കെ സുഹൃത്തുക്കളെ, ഇത് 3-4 തവണ നമ്മൾ കഴുകിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ തൊണ്ട് കിള്ളിയെടുക്കാം. തൊണ്ട് കിള്ളിയെടുത്തിട്ട് അടുത്ത കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഓക്കെ സുഹൃത്തുക്കളെ, നമ്മളെ ചെമ്മീൻ നമുക്ക് ഇതിൻ്റെ തൊണ്ട് കിള്ളി തുടങ്ങാം. കാണുന്ന രൂപത്തിൽ വേണം ഇത് കിള്ളാനായിട്ട്. ഇങ്ങനെ കിള്ളിയിട്ട് ഇതിൻ്റെ ഒരു കറുത്തൊരു പാടുണ്ടാവും, അത് വലിച്ച് കളയണം. അത് ഇതിൻ്റെ വേസ്റ്റാണ്, ഇങ്ങനെ വലിച്ച് കളയണം. ഓക്കെ, നമ്മൾ വിചാരിച്ച പോലെയുള്ള കുറച്ച് ടൈം എടുക്കും ഇതിൻ്റെ തൊണ്ട് കിള്ളാനായിട്ടേ, കുറച്ച് സമയം എടുക്കും. ഓക്കെ, നമ്മുടെ ചെമ്മീൻ ഏകദേശം ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് സമയം എടുത്ത് എന്നാലും കുഴപ്പമില്ല, ഭംഗിയായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ സുഹൃത്തുക്കളെ, നമ്മുടെ ചെമ്മീൻ്റെ തൊണ്ടായി കളഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അതൊന്ന് വൃത്തിയായിട്ട് കഴുകിയെടുക്കാം. അപ്പോൾ ഓക്കെ സുഹൃത്തുക്കളെ, നമ്മുടെ ചെമ്മീൻ ഒരു 3-4 തവണ കഴുകിയെടുത്തിട്ടുണ്ട്. കഴുകി ക്ലീൻ ആയിട്ടുണ്ട്. അത് സുഹൃത്തുക്കളെ, നമുക്ക് ചെമ്മീനിൽ വേണ്ടുന്ന മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഓക്കെ, ഇതിലേക്ക് നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുന്നത് 3 ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഓക്കെ സുഹൃത്തുക്കളെ, നമുക്കിതെല്ലാം കൂടെ ചേർത്തൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ കാണുന്ന പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം, ചെമ്മീൻ്റെ എല്ലാ ഭാഗത്തും വരുന്ന രീതിയിൽ. അപ്പോൾ ഓക്കെ, ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് സുഹൃത്തുക്കളെ. നമുക്കിത് ഒരു 1/2 മണിക്കൂർ സമയം റെസ്റ്റിന് വെക്കണം. റെസ്റ്റിന് വെച്ചിട്ട് നമുക്ക് 1/2 മണിക്കൂറായിട്ട് വന്ന് നോക്കാം. അപ്പോൾ ഓക്കെ, നമ്മൾ ചെമ്മീൻ ക്ലീൻ ചെയ്തിട്ട് മസാലയൊക്കെ തേച്ച് റെസ്റ്റിന് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ടുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. വെളുത്തുള്ളി, ഇഞ്ചി, മുളക്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് അരിഞ്ഞെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിലേക്കായിട്ട് ഒരു 200 ഗ്രാം വെളുത്തുള്ളി തൊലി കളഞ്ഞിട്ട് ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുക്കണം. വെളുത്തുള്ളി കുറച്ച് കയറി നിൽക്കുന്നതാണ് നല്ലത്. അച്ചാറിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത് കൂടുതൽ വെളുത്തുള്ളിയുടെ ടേസ്റ്റാണ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുക. അപ്പോൾ ഇതിലേക്കായിട്ട് ഒരു 4 പീസ് ഇഞ്ചി നമുക്ക് ഈ കാണുന്ന പോലെ അരിഞ്ഞെടുക്കാം. ചെറുതായിട്ട് ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുക്കണം. അപ്പോൾ ഓക്കെ, ഒരു 8 പച്ചമുളക് ഈ കാണുന്ന പോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, നമ്മൾ ഈ ചെമ്മീൻ 1/2 മണിക്കൂറായിട്ടുണ്ട് ഇപ്പോൾ റെസ്റ്റിന് വെച്ചിട്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ചട്ടി വെച്ച് കൊടുക്കണേ. അപ്പോൾ ഓക്കെ, ചട്ടി ചൂടായിട്ട് നമ്മൾ എണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കണേ. ഒരു 250 മില്ലി എണ്ണ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഓക്കെ സുഹൃത്തുക്കളെ, എണ്ണ ചൂടായിട്ടുണ്ട്. നമ്മൾ നേരത്തെ റെസ്റ്റിന് വെച്ച ചെമ്മീൻ, മസാല തേച്ച് വെച്ച ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇത് 2 തവണയായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഓക്കെ, എണ്ണയ്ക്ക് ഇത്തിരി ചൂട് കുറവാണ്. അപ്പോൾ ഓക്കെ, ഒരു സൈഡ് നമ്മൾ വെന്തിട്ടുണ്ട്. നമുക്കൊന്ന് തിരിച്ച് ഇട്ട് കൊടുക്കണത്.
ഓക്കെ, ഇത്രയൊക്കെ മതിയോ? ഇനി ആ സൈഡ് വേവട്ടെ. അപ്പോൾ ഓക്കെ, ഏകദേശം ഒരു 20-25 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. ഓക്കെ, വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്കിത് കോരിയെടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ബാലൻസ് ഉള്ള ചെമ്മീനും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഓക്കെ, നമ്മുടെ ചെമ്മീൻ അവസാനം ഇട്ട ചെമ്മീനും ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കോരിയെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചെമ്മീൻ കോരി കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേറൊരു ചട്ടി വെച്ച് കൊടുക്കണം. അച്ചാറിൻ്റെ പരിപാടി ചെയ്യാനായിട്ട് ഇനി വേറൊരു ചട്ടി വെച്ച് കൊടുക്കാം നമുക്ക്. അപ്പോൾ ഓക്കെ, നമ്മൾ ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 100 മില്ലി നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കണേ. നല്ലെണ്ണയാണ് ഒഴിക്കുന്നത്. അപ്പോൾ ഓക്കെ, എണ്ണ ചൂടായിട്ട് ഇതിലേക്കിട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കണേ. വെളുത്തുള്ളി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണേ. അപ്പോൾ നമ്മൾ 8 പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണേ. ഇതെല്ലാം കൂടി ഒന്ന് മൂപ്പിക്കണം, ശരിക്കും മൂക്കണത്. അപ്പോൾ ഇതിലേക്കായിട്ട് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കണ്ടേ. ഓക്കെ, അപ്പോൾ നന്നായിട്ട് ഇളക്കി ഒഴിച്ചിട്ട് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഈ വെളുത്തുള്ളി, മുളക്, ഇഞ്ചിയൊക്കെ വാടിയിട്ടുണ്ട് ശരിക്കും. അപ്പോൾ നമുക്കിതിലേക്കായിട്ട് ഒരു 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കാം. ഒരു 3 ടീസ്പൂൺ സാധാരണ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി നമ്മൾ ചെമ്മീനിൽ ചേർത്തിട്ടുണ്ട്, എന്നാലും പോരാ. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒക്കെ ഒരു 1.5 ടീസ്പൂൺ ഉലുവ പൊടിച്ചതാണ്, അത് ചേർത്ത് കൊടുക്കാം. കുറച്ച് കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂണോളം ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. ഓക്കെ, ഇതിലേക്കായിട്ട് നമ്മൾ 200 മില്ലി വിനാഗിരി ചേർത്ത് കൊടുക്കണേ. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണേ. ഓക്കെ, ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിലേക്കായിട്ട് നമ്മൾ 1 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കണ്ടേ. ഇതിൽ ഉപ്പ് ഇട്ടിട്ടില്ല, ചെമ്മീനിൽ ഉപ്പ് ചേർത്തെങ്കിൽ ഇതിൽ ചേർത്തിട്ടില്ല നമ്മൾ. ഓക്കെ, നമ്മൾ നേരത്തെ ചെമ്മീൻ ഫ്രൈ ചെയ്ത എണ്ണ കുറച്ച് അതിൻ്റെ അടിഭാഗം ചേർത്തിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കണേ. ഓക്കെ, നന്നായിട്ട് മിക്സ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ചെമ്മീൻ അച്ചാർ റെഡി ആയിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മുടെ ചെമ്മീൻ അച്ചാർ റെഡി ആയിട്ടുണ്ട്. നമ്മളതൊരു കോരി കുറച്ച് പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ചെമ്മീൻ അച്ചാർ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ പിള്ളേർ വന്നിട്ടുണ്ട്. അപ്പോൾ അവരെ വിളിക്കാം നമുക്ക്. അപ്പോൾ ആജുമലെ, അപ്പു പോയോ, എല്ലാവരും പോയി. 2 സൈഡിലായിട്ട് നിൽക്ക്, മാസ്ക് മാറ്റി, നല്ല ടേസ്റ്റ് അറിയുന്നു. അത് കഴിച്ചു നോക്കിയിട്ട് പറയണം കേട്ടോ.
ക്യാമറ നോക്കി പറയണം. അപ്പൊ സൂപ്പറായിട്ടാണ് പിള്ളേര് പറയണത്. അപ്പൊ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഞങ്ങളിടുന്ന വീഡിയോസിനൊക്കെ നിങ്ങൾ നല്ല സപ്പോർട്ട് തരുന്നുണ്ട്. അപ്പോൾ തുടർന്നും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ബൈ ബൈ.